ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് റെഡിയായി നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ഖത്തറിൽ വന്നേരം ആദ്യം ഇവിടുന്ന് ഒരു ഹൈദരാബാദി ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് ആളെ മീറ്റ് ചെയ്യാൻ പോകുക. നമ്മുടെ നെയ്ബർ ആയിരുന്നു കേട്ടോ. അവരിപ്പോൾ വേറൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആയിട്ടോ എന്നോട് പറയുന്നത് അവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഏതായാലും ആദ്യം ഒരു ഡേ ഔട്ട് കൂടി ആവാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മെട്രോ ആക്സസ് കൂടി ഉണ്ടായതുകൊണ്ട് നമ്മൾ നേരെ മെട്രോയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ട സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. ഇങ്ങനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ തെറ്റാറുണ്ട് കേട്ടോ. രണ്ടുപേരുടെയും ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് കേട്ടോ അധികം തെറ്റല്. ഇതാണ് കേട്ടോ കിനീഷ് ആൻഡ് ദിവ്യ. വീട്ടിലെത്തി ഫുഡ് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. ദിവ്യ ഇന്ന് ഫാസ്റ്റിങ്ങിലായിരുന്നു കേട്ടോ. അവർക്കിന്ന് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചിക്കന് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്ത പാർക്കിലേക്കായിരുന്നു കേട്ടോ. ആദ്യം ഗിനീഷൊക്കെ അവിടുന്ന് കുറച്ച് നേരം കളിച്ച് പിന്നെ നമ്മൾ ഐസ്ക്രീം ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഐസ്ക്രീം ഷോപ്പാണെങ്കിലും ഒരു ഫ്രൂട്ട്സ് കടയിലേക്ക് നോക്കിയ അവസ്ഥയായിരുന്നു കേട്ടോ. എന്താ അല്ലേ, ഒരു 5:30 ഒക്കെ ആയപ്പോൾ അവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗും കൂടി ഉണ്ട്. ഞങ്ങൾ എത്തും മുമ്പേ ഷിൻകാക്ക ഷോപ്പിലെത്തി സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ഒരു കോഫിയും കുടിച്ച് പെട്ടെന്ന് തന്നെ ഡിന്നർ റെഡിയാക്കി. ഇന്ന് ഡിന്നറിന് നല്ല കപ്പയും ബീഫും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നാൽ ഇത് കഴിക്കട്ടെ. ഗുഡ് നൈറ്റ്.